ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ഈ വ്യക്തി മറച്ചുവെച്ച കാര്യങ്ങൾ പൂർണ്ണമായും ഈ റീഡിങ്ങിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഫലപ്രദമാവുന്നതായിരിക്കും. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും കാണാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്, പിന്നെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തത്? അതായത് നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഒരുപാട് പ്രതീക്ഷകളോട് കൂടി തുടങ്ങി വെച്ചു, പക്ഷെ എന്തുകൊണ്ടാണ് മര്യാദക്ക് ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്? അത് പലപ്പോഴും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാണ്, പക്ഷെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ചിലപ്പോൾ ഈ പേഴ്സൺ ഒന്നും മിണ്ടാണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും. ഒരു വാക്ക് പോലും പറയാതെ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും മുടങ്ങാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഈ പേഴ്സൺ പെട്ടെന്ന് നോ കോണ്ടാക്റ്റിലേക്കും, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ദൂരേക്ക് പോകുന്നതായിട്ടും, ഒരു ക്ലാരിഫിക്കേഷൻ തരാതിരിക്കുന്നതായിട്ടും ഒക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുമായി പൊരുത്തപ്പെടുവാൻ കഴിയാത്തത്? ഓക്കെ, മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ്. മെന്റൽ കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു കാർഡ് കൂടെ അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ദ എക്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഹീലിംഗ് ഫ്രം ദ പാസ്റ്റ് ഹേർട്ട് ബ്രേക്ക് ടേക്സ് ടൈം, ബി പേഷ്യന്റ് വിത്ത് യുവർ സെൽഫ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് കാർഡ്സിന്റെ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഇതൊരു വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് കാണിക്കുന്നില്ല. കാരണം ഈ പേഴ്സൺ വളരെയധികം കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. വളരെയധികം കൺഫ്യൂഷൻ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ പേഴ്സണ് പലപ്പോഴും നിങ്ങളോട് തന്നെയാണ്. ഓക്കെ, നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ പലതരത്തിലും പല കാര്യങ്ങളും പരിഹരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പേഴ്സൺ വന്നെത്തി നോക്കുന്നതും അതുകൊണ്ടാണ്. കാരണം നിങ്ങളെ ഉപേക്ഷിക്കാൻ യാതൊരു തരത്തിലുള്ള താല്പര്യവും ഈ പേഴ്സണ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ പേഴ്സണ് മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മറക്കാനെന്നല്ല, ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്ന ചില ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഒരു എനർജിയാണ് എക്സ് ബാക്ക് സിറ്റുവേഷൻ. അതായത് മുൻ കാമുകനോ കാമുകിയോ, അല്ലെങ്കിൽ മുൻ ഹസ്ബൻഡോ ഭാര്യയോ, ഓക്കെ, അത് ഏത് എനർജി വേണമെങ്കിലും എടുക്കാം. കാരണം എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് കാണാം, അതുകൊണ്ടാണ്. അപ്പൊ ഏത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുകയുള്ളൂ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് വേണം ഇത് റിലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ ഒരു എക്സ് ബാക്ക് സിറ്റുവേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആ ഒരു മുൻ കാമുകനോ കാമുകിയോ വന്നു കഴിയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു കൊളാഷ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സംഘർഷമാണ്. ഇപ്പോൾ നിങ്ങളായിട്ട് ഈ പേഴ്സൺ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരാൻ, അല്ലെങ്കിൽ നിങ്ങളുടേത് മാത്രമായിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ പേഴ്സന്റെ എക്സ് വൈഫോ ഹസ്ബൻഡോ വന്നിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, വീണ്ടും റിട്ടേൺ ചെയ്യുക ഇവരുടെ ലൈഫിലേക്ക്. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇതിനു മുമ്പ് ഒരു ലവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു, പക്ഷെ വീണ്ടും ആ ഒരു എക്സ് ലവർ വീണ്ടും ഈ പേഴ്സണെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും ഒരു സമാധാനം, സന്തോഷം, അല്ലെങ്കിൽ സംതൃപ്തി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. മനസ്സിന് തന്നെ മര്യാദക്ക് ഒരു കൺസിസ്റ്റൻസിയിൽ, ഒരു നിലനിൽപ്പിൽ നിർത്തിക്കാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല.
ഓക്കെ, മനസ്സിനെ ഒരു സംതൃപ്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസിലേക്ക്, ഒരു സ്റ്റെബിലിറ്റി, ഒരു നിലനിൽപ്പിലേക്ക് ഈ പേഴ്സണെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ചില സമയത്ത് ഈ പേഴ്സൺ അതിലേക്ക് പോകുന്നുണ്ട്, ചില സമയത്ത് നിങ്ങളുടെ അടുത്തേക്കും വരുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളായിട്ട് തന്നെ ജീവിതം സ്പെൻഡ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ഈ പേഴ്സൺ പലതരത്തിലുള്ള കമ്പാരിസൺസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ എക്സ് ലവറിനെ പറ്റിയിട്ടും നിങ്ങളെ പറ്റിയിട്ടും തമ്മിൽ ഈ പേഴ്സണ് നല്ല രീതിയിൽ അറിയാം. നിങ്ങൾ എങ്ങനെയാണ്, എക്സ് ലവർ എങ്ങനെയാണ്, അവരുടെ പോരായ്മകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളും ഈ എക്സ് ലവറിനെ കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത് ഈ പേഴ്സണ് നല്ലോണം അറിയാം. അത് തീർത്തും നിങ്ങളിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളാണ് എന്തുകൊണ്ടും ബെറ്റർ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്ര പ്രോബ്ലംസും നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ പോലും വീണ്ടും ഈ പേഴ്സൺ വന്ന് റിയൂണിയറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് റീകൺസിലിയേഷനിലേക്ക് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം ഈ പേഴ്സൺ ഒട്ടും തന്നെ ആഗ്രഹമില്ല നിങ്ങളെ പിരിയണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അകന്നു പോകണമെന്ന് ഈ പേഴ്സണ് യാതൊരു തരത്തിലും ആഗ്രഹമില്ല. സോ ഈ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ കുറച്ചു നേരത്തേക്ക് ശാന്തമായിട്ടിരിക്കും, കുറച്ചു നേരത്തേക്ക് വളരെയധികം ദേഷ്യം തോന്നിക്കും, കുറച്ചു നേരത്തേക്ക് ഷൗട്ട് ചെയ്യും, പെട്ടെന്ന് റേസ് ആകും. ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നിങ്ങളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ പോലും ചില സമയത്ത് നിങ്ങളോട് സമാധാനത്തിൽ പെരുമാറുകയും സംസാരിക്കുകയും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും, ഒരാഴ്ച മര്യാദക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് യാതൊരു തരത്തിലുള്ള കണക്ഷനും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടാകും. ഇങ്ങനത്തെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സണ് പേടിയുണ്ട് നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം നിങ്ങളാണെങ്കിൽ പോലും പല രീതിയിലും മടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ ഡെയിലി ബേസിസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ പോലും ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു കണക്കിനാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ ഈ പേഴ്സണോടുള്ള പ്രതീക്ഷയും അതിനൊരു കാരണമാണ്. കാരണം ഈ പേഴ്സണോടുള്ള ഒരു പ്രതീക്ഷയും കൂടിയാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ ഈ പേഴ്സണ് നഷ്ടപ്പെടുത്താനായിട്ട് താല്പര്യമില്ല. കാരണം നിങ്ങളുടെ ആ പ്രതീക്ഷയെ കുറച്ചും കൂടി കൂടുതൽ പരിപോഷിപ്പിക്കാനാണ്, ഇംപ്രൂവ്മെന്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും താല്പര്യമില്ല നിങ്ങളെ കരയിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട്. കാരണം നിങ്ങളുടെ കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ അതൊരു ശാപമായി തീരും എന്നുള്ള തിരിച്ചറിവ് ഈ പേഴ്സണ് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു താല്പര്യവുമില്ല നിങ്ങളോട് അത്രയും അധികം, അല്ലെങ്കിൽ നിങ്ങളെ കരയിപ്പിക്കുക, നിങ്ങളെ മാറ്റി നിർത്തുക, ആ ഒരു സിറ്റുവേഷൻസിനോടൊന്നും തന്നെ ഈ പേഴ്സണ് താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണ് പൂർവാധികം ശക്തിയോട് കൂടി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ചില സ്റ്റെബിലിറ്റി ഇല്ലായ്മയിലാണ് ഈ പേഴ്സണെ കൂടുതൽ വിഷമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമുക്ക് നെക്സ്റ്റ് എനർജിയിലേക്ക് നോക്കാം. ഈ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതും ഒരു 2 കാർഡ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമ്പർ 10 ആണ്. അത് തന്നെ ഒരു ബാലൻസിങ് എനർജിയാണ്, ഒരു ഡെസ്റ്റിനിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമുക്ക് എപ്പോഴും വിധിക്കപ്പെട്ട വ്യക്തി എന്നുള്ള കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഉറച്ചു വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആരെയൊക്കെ പ്രണയിച്ചാലും, നമ്മൾ ഏതൊക്കെ എനർജിയിലേക്ക് പോയാലും, ഏതൊക്കെ സിറ്റുവേഷൻസിലേക്ക് പോയാലും നമുക്ക് വിധിക്കപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. അത് നമ്മുടെ ഡെസ്റ്റിനിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടാകാം, ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാകാം, ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നിന്നുമൊന്നും ഈ പേഴ്സണ് തിരഞ്ഞെടുക്കുവാനോ അവരുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുമായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ ഈ പേഴ്സണ് വളരെയധികം അതിശയമാണ് തോന്നിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഈ പേഴ്സണ് വളരെയധികം ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടാകാം, കയർത്ത് സംസാരിക്കുന്ന വളരെ റേസിംഗ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം,
അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിനോടൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും ഈ പേഴ്സണ് യോജിച്ച ആളാണ്, നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഒന്നിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് തീരുമാനിക്കുകയില്ല. കാരണം ഈ പേഴ്സണ് എന്ത് കാരണവശാലും എന്ത് വില കൊടുത്തും എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാലും നിങ്ങളായിട്ട് തന്നെ ഒന്നിക്കണം എന്നാണ് ഈ പേഴ്സന്റെ ആഗ്രഹം. കാരണം ഈ പേഴ്സൺ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും ചേർന്നിട്ടുള്ളത് നിങ്ങളാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു സെയിം എനർജി തന്നെ നോക്കുകയാണെങ്കിൽ പാരന്റ് ചൈൽഡ് ആണ്, ഫാമിലിയാണ്. അതായത് ഒരു അമ്മ തന്റെ കുഞ്ഞിനെ നോക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട്. ആ മാനിഫെസ്റ്റേഷനിലെല്ലാം തന്നെ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് കേവലം കുറച്ച് നേരത്തേക്കുള്ള, കുറച്ച് മാസത്തേക്കുള്ള ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ആ പ്രണയത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വിജയത്തിലേക്ക് കൊണ്ടുപോവുക, അതൊരു ഫാമിലിയിൽ ചെന്ന് അവസാനിക്കുക, ഇതാണ് ഈ പേഴ്സന്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും നമുക്കൊരു വെറുതെ ഒരു ദുരാഗ്രഹമാണ്, അല്ലെങ്കിൽ ഈ പേഴ്സണ് വെറുതെ തോന്നിക്കുന്നതാണ്, വെറുതെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പേഴ്സൺ വളരെയധികം കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ കുഞ്ഞുനാളിൽ മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സൺ അത്തരം കാര്യങ്ങളൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യമോ യോഗമോ ഉണ്ടായിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഉള്ളൊരു റിലേഷൻഷിപ്പ് ഇതെവിടെ കൊണ്ടുവന്നാണ് അവസാനിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫ്യൂച്ചർ തീർത്തും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഫാമിലി ലൈഫ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സണ് കുറച്ചു നേരത്തേക്ക് തോന്നുന്ന ഒരു ആവേശമോ ആഗ്രഹമോ മാത്രമല്ല, അത് ഈ പേഴ്സന്റെ കംപ്ലീറ്റ് എനർജിയിലാണ് അത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസിൽ നിന്നും അതായത് ഈ ഒരു പ്രോബ്ലംസിന് ഒരു പരിഹാരമായിട്ട് സ്പിരിച്വൽ പരമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് റീജനറേഷൻ ആണ്. ഈ ഒരു പ്രതലം കംപ്ലീറ്റ് കത്തിപ്പടർന്ന് കരിഞ്ഞ് നശിച്ചിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും അതിൽ നിന്നും ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം മുളയ്ക്കുന്നത് നോക്കൂ. വളരെയധികം പോസിറ്റീവായിട്ടാണ് മുളക്കുന്നത് അല്ലേ? വളരെയധികം എനർജിയോട് കൂടി, വളരെയധികം ഒരു പച്ച കളറിലാണ്, അതായത് അത് വെള്ളത്തെയാണ് സൂചിപ്പിക്കുന്നത്. തീയും വെള്ളവും എന്നുള്ള കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്തൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു ചെടിയെ അല്ലെങ്കിൽ ഈ ഒരു മരത്തെ ഉണക്കിക്കളയുവാനോ നശിപ്പിച്ച് കളയുവാനോ സാധിക്കുകയില്ല എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. അത് എത്രത്തോളം പുറന്തള്ളപ്പെട്ടു പോയാലും നശിഞ്ഞു പോയാലും അതിൽ നിന്നും വീണ്ടും കിളിർത്തു വരുന്ന ഒരു ചെടിയുടെ എനർജിയാണ് ഈ റിലേഷൻഷിപ്പിന് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കൊണ്ടുവരാനാണ് സ്പിരിറ്റ് ഗൈഡ്സും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് അങ്ങനെ മൂടപ്പെട്ട് പോവത്തില്ല. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. സ്പിരിച്വൽ പരമായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും ഈ പേഴ്സണും ഒരു പക്ഷേ ഈ പേഴ്സൺ ആയിരിക്കാം കൂടുതൽ കാണിക്കുന്നത്. ഹാർട്ട് ചക്ര ആക്ടിവേഷൻ ആണ് കാണിക്കുന്നത്. ഈ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് പോലും നമ്മുടെ ലൈഫിലേക്ക് വരുന്ന എന്ത് കാര്യവും നമ്മളുടെ കൂടെ എപ്പോഴും ഒരേപോലെ നിലനിന്ന് പോകണമെങ്കിൽ ഈ ഹാർട്ട് ചക്ര നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആക്കേണ്ടതായിട്ടുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ ചില കാലഘട്ടത്തിൽ ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആകും. അപ്പോൾ ഈ പേഴ്സണിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഹാർട്ട് ചക്ര ഇത്രയും കാലം ബ്ലോക്ക് ആയിട്ട് കിടന്നിരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആകുമ്പം താൻ കമ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കംപ്ലീഷനിലേക്ക്, ഒരു ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനായിട്ട് പറ്റൂല. അതിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യമല്ല, ഏതൊരു കാര്യത്തിലാണെങ്കിൽ പോലും അതൊരു കംപ്ലീഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല.
അപ്പോൾ ഇവിടെ ഹാർട്ട് ചക്ര ആക്ടിവേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഈ വ്യക്തിക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാനും പോകുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ പേഴ്സണ് സംഭവിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു സംതൃപ്തകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് കൈവരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഈ പേഴ്സൺ ഓവറോൾ എനർജി ആയിട്ട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? എലോൺ ടൈം ആണ്. സ്പെൻഡ് സം ടൈം എലോൺ. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗെയിൻ ക്ലാരിറ്റി ഓൺ യുവർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാകാം ഈ പേഴ്സന്റെ കൂടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാകാം ആരാണെന്നുള്ളത്. പക്ഷെ മറ്റു ചിലർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ധാരാളം സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു കണക്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പോസിറ്റിവിറ്റിയിലേക്കാണോ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, അത്രയും ടോക്സിസിറ്റിയിലേക്കാണ് ഈ ഒരു കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്കിരിക്കാനാണ്. ഈ പേഴ്സൺ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും അതിലൂടെ ഒരു ക്ലാരിറ്റി ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വാക്ക് തർക്കങ്ങളിലോ പ്രശ്നങ്ങളിലോ പോയിട്ട് കാര്യമില്ല എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ സംഭവിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയില്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒറ്റയ്ക്കിരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് കുറച്ച് സമയം കൊടുക്കണം. മനസ്സിരുത്തി ചിന്തിക്കുവാനും മനസ്സ് തുറന്ന് വിശാലമായി കാര്യങ്ങളെ പഠിക്കുവാനുമൊക്കെ ഈ പേഴ്സണ് കുറച്ച് സാവകാശം വേണമെന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഓക്കെ, അവകാശപ്പെടുന്നത്. ഇനി നമുക്ക് കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഐ ലൈക്ക് ഹൗ യു റെസ്പെക്ട് മീ. യെസ്, നിങ്ങൾ ഈ പേഴ്സണെ ബഹുമാനിക്കുന്നതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ്. യു ഫോർഗീവ് മീ വെൻ ഐ ഡു റോങ്. യെസ്, ഈ പേഴ്സൺ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ നിങ്ങളെ വേർപിരിക്കാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. യു ബ്രിങ് എ സ്മൈൽ അറ്റ് മൈ ഫേസ് എവ്രി മോർണിംഗ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മനോഹരമായ ചിരിയൊക്കെ വളരെയധികം സൗന്ദര്യമാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. വി ലൂസ് ട്രാക്ക് ഓഫ് ടൈം വെൻ യു ആർ ടുഗെദർ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും മറന്നു പോകും എന്നാണ് പറയുന്നത്. വെൻ ഐ എം വിത്ത് യു ഐ ക്യാൻ ബി മൈ സെൽഫ്. യെസ്, ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ അടുത്തായിരിക്കുമ്പോൾ ഈ പേഴ്സൺ ഒരു പച്ചയായ മനുഷ്യനായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. വി ക്യാൻ ചാറ്റ് ഫോർ എവർ. യെസ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാൻ പറ്റും. നിങ്ങൾ നല്ലൊരു നൈസ് പേഴ്സൺ ആണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഏബിൾ ടു ഫൈൻഡ് ബ്യൂട്ടിഫുൾ സ്മോൾ തിങ്സ്, ലോ മീ ഹൗ ടു അപ്രിഷിയേറ്റ് ഇറ്റ്. യെസ്, ഈ പേഴ്സണിൽ ഉണ്ടാകുന്ന കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യിപ്പിക്കുകയും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. യു ക്യാൻ ലിസൺ ടു മീ ടോക്ക് ഫോർ എവർ. യെസ്, അതായത് ഈ പേഴ്സൺ എത്രത്തോളം സംസാരിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് കുറേ നേരം കേട്ടിരിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ നല്ലൊരു ശ്രോതാവാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഐ ട്രസ്റ്റ് യു വിത്ത് മൈ ലൈഫ് ആൻഡ് ഹാർട്ട്സ്. യെസ്, അപ്പോൾ ഈ പേഴ്സൺ എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സണ് ഉറപ്പാണ്. കാരണം നിങ്ങൾ ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ള ഒരു വിശ്വാസം. യു വുഡ് ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ജസ്റ്റ് ടു സീ മീ. യെസ്, ചിലപ്പോൾ എത്രയോ ദൂരങ്ങൾ താണ്ടിയാണ് നിങ്ങൾ ഈ പേഴ്സണെ കാണാൻ ചെന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനോടൊക്കെ ഈ പേഴ്സൺ വളരെയധികം നന്ദി പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ പേഴ്സന്റെ ലവ് മെസ്സേജസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.